ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് Gnukhata ഇൻസ്റ്റാൾ ചെയ്യാനാണ്. Gnukhata ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ലിനക്സിലാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂൾ ലിനക്സ് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് VMware ഉപയോഗിച്ച്. Gnukhata നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്കൂൾ ലിനക്സിലാണ്. അതേ സെയിം ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് Gnukhata ഇൻസ്റ്റാൾ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നത്. Gnukhata എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ലിനക്സിലാണ് നമ്മൾ. ആദ്യം വിൻഡോസിൽ Gnukhata ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്യുക. ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്ത Gnukhata എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അതിന് നമ്മുടെ ഫ്ലാഷ് ഡ്രൈവിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫ്ലാഷ് ഡ്രൈവ് നമുക്ക് ഒരേ സമയം VMwareലും നമ്മുടെ ഒറിജിനൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസിലും ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ നേരിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യണം. Gnukhata വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം ഫ്ലാഷ് ഡ്രൈവിലേക്ക് സേവ് ചെയ്യുക. ആ സെയിം ഫ്ലാഷ് ഡ്രൈവ് നമുക്ക് നേരിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ലിനക്സിൽ കണക്ട് ചെയ്യാൻ പറ്റും. കോപ്പി ആയതിനു ശേഷം USB ഡ്രൈവിനെ നമുക്ക് എജക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന VMware ഓപ്പൺ ചെയ്ത് VMനെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് USB കൺട്രോളറിൻ്റെ ഓപ്ഷനും അതുപോലെ USB ഫ്ലാഷ് ഡ്രൈവ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള USB സീരിയൽ പോർട്ടിൻ്റെ ഓപ്ഷനും ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് സീരിയൽ പോർട്ട് സെലക്ട് ചെയ്യുക. യൂസ് ഫിസിക്കൽ സീരിയൽ പോർട്ട്സ് ഓൺ ഹോസ്റ്റ് അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓട്ടോ ഡിറ്റക്റ്റ് അത് പവർ ഓണിൽ ഓട്ടോ ഡിറ്റക്റ്റ് കൊടുക്കുക. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്ത് നമുക്ക് VMware സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. VMware സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ VMൻ്റെ അകത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്താൽ ആ VMൻ്റെ അകത്തായിരിക്കും ഫ്ലാഷ് ഡ്രൈവ് ഡിറ്റക്റ്റ് ആവുന്നത്. നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ഞാൻ ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്യും. ഫ്ലാഷ് ഡ്രൈവ് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ VMൽ ആയതുകൊണ്ടാണ് ഫ്ലാഷ് ഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ ഡിറ്റക്റ്റ് ആയത്. ഇതേ സെയിം സിനാരിയോയിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് പി സിയിൽ സ്കൂൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും USB ഫ്ലാഷ് ഡ്രൈവ് അത് ഡിറ്റക്റ്റ് ആവുന്നു. അതിനുശേഷം നമ്മൾ ആ ഫോൾഡറിനെ കോപ്പി ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്ക് ഇടുന്നു. ആ ഫോൾഡർ കോപ്പി ആവുന്നത് വിൻഡോസിലെ കൂട്ടി നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ഓപ്ഷൻ മോഡിൽ കാണുന്ന ഈ ഡോട്ടിൽ പ്രസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ആക്ടിവിറ്റി എന്താണ് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വൺ ഫയൽ ഓപ്പറേഷൻ ആക്റ്റീവ്. അതിൻ്റെ അർത്ഥം ഈ ഫയൽ കോപ്പി ആയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ അത് ഫിനിഷ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് വരുന്നത് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണോ കോപ്പിയും കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഫുൾ ഫോൾഡറും കോപ്പി ആയിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയലാണ് ഡെസ്ക്ടോപ്പിൽ ഇട്ടേക്കുന്നത്. അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം
അതിൻ്റെ ഗ്നൂഖാത്ത ഇൻസ്റ്റാളറിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യുക. അവിടെ റൈറ്റ് ക്ലിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഈ ടെർമിനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ പാത്തും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ആ ഗ്നൂഖാത്തയുടെ അകത്ത് നിന്നാണ്, എവിടെ നിന്നാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആ ലൊക്കേഷനിൽ നിന്ന് വേണം ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ. ആ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷനിലെ സെയിം പാത്തായിരിക്കും നമുക്ക് കാണുന്നത്. അതായത് നമ്മൾ ആ ഫോൾഡറിൻ്റെ പാത്തായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് -l എന്നുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെർമിഷൻസ് കാണാൻ പറ്റും. ആ ഫയലിൻ്റെ പെർമിഷൻസ് കാണാൻ പറ്റും. ഈ ഗ്നൂഖാത്ത റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പെർമിഷൻ ആദ്യം ഫുള്ളാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് sudo chmod 777 എന്ന് പറയുന്നത് അതിൻ്റെ പെർമിഷൻസ് ആണ്. ന്യൂമറിക്കൽ പെർമിഷൻ സെറ്റ് ചെയ്യണം. gk സെറ്റപ്പ് എന്നടിച്ചിട്ട് എൻ്റർ അടിക്കാം. നമ്മുടെ യൂസർ നെയിമിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്യാം. അതിനുശേഷം -l ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെർമിഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും റീഡ് റൈറ്റ് എക്സിക്യൂട്ട്. നമ്മുടെ തുടക്കത്തെ പൊസിഷനിൽ നേരത്തെ കണ്ടത് വെറുതെ റീഡ് റൈറ്റും പിന്നെ റീഡും മാത്രമായിരുന്നു. അപ്പം എല്ലാവരും റീഡ് റൈറ്റ് പെർമിഷനാണ്. അതിനുശേഷം നമുക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാം. sudo ./gk സെറ്റപ്പ് എന്ന് അടിച്ചാൽ മതി. എൻ്റർ കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും ഗ്നൂഖാത്ത ഇൻസ്റ്റാൾ ആവുന്നത്. ഇതേ സെയിം സിനാരിയോയിൽ ഉബുണ്ടുവിൻ്റെ വേറെ ഏത് വേർഷനിൽ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതേ സെയിം കമാൻഡ്സും കാര്യങ്ങളുമാണ് യൂസ് ചെയ്യുന്നത്. ഗ്നൂഖാത്ത റൺ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യണമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ഫാസ്റ്റ് ഫോർവേഡിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ട് ഇൻസ്റ്റാളേഷൻ നടക്കുന്നത്. സാധാരണ ഇതിൽ ഇത്രയും ഫാസ്റ്റ് ആയിരിക്കില്ല. അത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഇൻസ്റ്റാളേഷൻ ഫിനിഷ് എന്ന് പറയുന്ന പോപ്പപ്പ് വരും. നമുക്കത് ഓക്കെ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മെനു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഗ്നൂഖാത്ത എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതായിട്ട് കാണാൻ പറ്റും. സ്റ്റാർട്ട് ഗ്നൂഖാത്ത എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് പ്രസ് ചെയ്താൽ പാസ്വേഡ് ചോദിക്കും. നമ്മുടെ യൂസർ നെയിമിൻ്റെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്യാം. പാസ്വേഡ് എൻ്റർ ചെയ്തതിനു ശേഷം ടെർമിനൽ ഓപ്പൺ ആയി അത് സ്റ്റാർട്ട് ആവുന്നത് കാണാൻ പറ്റും. സർവീസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായി അതിൻ്റെ വെബ് ബ്രൗസറിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. കാണാൻ പറ്റും ഫയർഫോക്സ് ഓപ്പൺ ആവുന്നുണ്ട്. ഇതാണ് ഗ്നൂഖാത്ത ഇൻസ്റ്റാളേഷൻ. അപ്പം ഗ്നൂഖാത്ത ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കമ്പനി കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കമ്പനി ഓൾറെഡി ഇല്ല, ഇത് ഫ്രഷ് ഇൻസ്റ്റാളേഷൻ ആയതുകൊണ്ട് കമ്പനി ഇല്ല. അതിനുശേഷം നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് കിട്ടും. നമ്മുടെ ഗ്നൂഖാത്ത ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.